സോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികം ഒന്നുമില്ല, നമ്മുടെ ഇതിനകത്ത് നടന്ന വോയിസ് ഒന്നും കാണില്ല. ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയാണ്. ഇതിൽ ഫേവിൽ പോയ വീഡിയോ കൊണ്ട് നമ്മുടെ ബേസിന് വേണ്ടി സ്ഥലം കണ്ടുപിടിക്കുന്നതും ഉണ്ട് ഒരുമിച്ചാണ്. ഞാൻ ശരിക്കും ഷോർട്ടാക്കിയിട്ടുണ്ട്. 2 വലിയ 30 മിനിറ്റിൻ്റെ വീഡിയോ ആകേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് ശരിക്കും ഷോർട്ടാക്കി. കാരണം ആ വീഡിയോസിൻ്റെ അടിയിലും എൻ്റെ വോയിസ് ഭയങ്കര ഷോക്കാണ് ഗൈസ്. സോ അവന്മാരുടെ വോയിസ് നല്ലോണം ഉണ്ട്, പക്ഷേ എൻ്റെ വോയിസ് ഭയങ്കര ഷോക്കാണ്. ഞാനോർക്ക് പിന്നെ ഈ വോയിസ് ഓവർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് തുടക്കത്തെ ഡയമണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എനിക്ക് ഇൻട്രോ പറയാൻ സമയം കിട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ആയിരുന്നു. ഓക്കെ, അതാരും കണ്ടിട്ടില്ല, അഡ്രസ് ഡബിൾ ഇൻട്രോയിലാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം അവിടെ മേലായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു എന്നാ, എടാ ഇവിടെ ഒരു കേവ് ഉണ്ട്, ആ കേവ് കൂടി ഇങ്ങോട്ട് പോവാ. അവന് അവിടെ എന്നാ മറ്റേ റെവീൻ കിട്ടിയെന്ന്, മറ്റേ റെവീനില്ലേ, അയൻ്റെ ഒക്കെ കുറേ നിറച്ച് സാധനമുള്ള റെവീൻ, അത് കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ നമ്മളങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ ഇവിടെ നിറച്ച് ടഫിൻ്റെ അയൻ കുറേ ഉണ്ടായിരുന്നു ഗൈസ്. അവനൊരു ഓറ് കിട്ടിയാന്ന്, അയൺ ഓറ് കിട്ടിയാന്ന്, അപ്പോഴാണ് അവൻ പറഞ്ഞത്. സോ നമ്മളിവിടെ കുഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഡയമണ്ട് കിട്ടി. നമ്മളെ ഇടി വെച്ചാണ് അവിടെ എടുക്കണം. ആദ്യം ഞാൻ പിക്കാക്സ് വെച്ചൊക്കെ എടുത്ത് അടിച്ചൊക്കെ ഓടിച്ച് എങ്ങനെയൊക്കെയോ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ മേളിലായിരുന്നു. അപ്പോൾ ആ സൂമ്പിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ആ സൂമ്പിയായിട്ടുള്ള ഫൈറ്റ് സൂമ്പീനെയൊക്കെ തീർത്ത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്മൾ HP ഹീൽ ചെയ്യാണ് നമുക്ക്. കാരണം നമ്മുടെ ഈ ആവശ്യത്തിൽ കൂടുതൽ ബ്രെഡ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫാൻ്റെ അവിടെ ആ ഗോൾഡൊക്കെ എടുക്കുന്നുണ്ട്, ഗോൾഡൊക്കെ ആവശ്യം വരും. ഇതൊരു സീനാണ് ഗൈസ്. ഓക്കെ, അവസ്ഥ വേണ്ട. ഞാനവിടെ ആ ക്രീപ്പർ പൊട്ടി ആ ഉള്ള 1 ബ്ലോക്ക് ഒന്ന് വീണില്ലാണ്ട് കണ്ടില്ല, എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും അവിടെ വെച്ച് പോയേനെ. അത്രക്ക് സീനാണ്. ഞാനിത് തെറുതിയിലാണ് വോയിസ് ഓവർ ചെയ്യണം, അപ്പോൾ ഇച്ചിരി ഷോക്കായിരിക്കും. തൽക്കാലത്തേക്ക് അത് വിടാം. ഓക്കെ, എനിക്ക് അറിഞ്ഞുകൂടാ വോയിസ് ഓവർ ചെയ്യണ വീഡിയോ എങ്ങനെ ഉണ്ടാകുമെന്ന്. ആ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ വെച്ചെടുക്കണ രീതിയിലുള്ള അതിലല്ല. അപ്പോൾ നമ്മളിവിടെ അയനെടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അയനെടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു എൻ്റർമാൻ ബാക്കിൽ നിന്ന് കുമ്മാടി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ വെച്ച് എന്നെ തീർത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് കഴിയരുത്, ഞാൻ എവിടെ പോയാലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഈ എൻ്റർമാൻ എന്നോട് അത്ര ദേഷ്യമാണ്. സോ പിന്നെ നമ്മളാ കേവിലുള്ള ബേസിൽ തിരിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി പണി വെട്ടാനെ. സോ നമ്മൾ കേവിലെ ബേസിൽ തിരിച്ച് വന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകണം. നമ്മുടെ ഒരു വഴി കൂടെ കയറി പോയി, പിന്നെ അങ്ങോട്ട് തിരിച്ച് നമ്മുടെ ഐറ്റംസൊക്കെ സെറ്റാക്കി. പിന്നെ ഒരു എൻ്റർമാൻ്റെ കണ്ണീട്ടി ഞാൻ അറിയാണ്ട് നോക്കി, പുള്ളി വന്നിട്ടുണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ കുഴപ്പമില്ല, വന്നുണ്ട്. ഓഫ് കോഴ്സ് ഒരാവശ്യമില്ലാണ്ട് നമ്മൾ പിന്നെയും ചെത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റർമാൻ എന്നോട് എന്ത് ഇത്ര ദേഷ്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സൊക്കെ നമ്മൾ പിന്നെയും ചെത്ത്, പിന്നെയും ചാടി ഇറങ്ങി, പിന്നെ ആ വെള്ളത്തിൽ കൂടെ തന്നെ ഇറങ്ങി, പിന്നെയും ചെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു അടുത്ത് വെച്ച് തന്നെ പട്ടേന്ന് തന്നെ 2 പ്രാവശ്യം എൻ്റർമാൻ തീർന്നു വേണ്ട. എന്നിട്ട് നമ്മുടെ എല്ലാ ഐറ്റംസൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ആദിസാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. ആദിസിൻ്റെ ഞാൻ ഐറ്റംസ് ചോദിക്കാൻ ഇവിടെ വെച്ച് നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടി. പിന്നെ ആദിസ് എന്തോ തലാന്ന് പറഞ്ഞ് വിളിച്ച് ഉള്ളത് മൊത്തം ത്രാഷ് ഐറ്റംസ് എടുത്തിട്ടിട്ട് അണ്ണം പറയും എടുത്തോളാൻ. ഒരു കോബൽ സ്റ്റോൺ പോലും തന്നില്ല. അവസ്ഥ നോക്കി ഇവന് ചുമ്മാ ഇട്ടാൽ ശരിയാവില്ല. നോക്കി അയ്യോ, അതവിടെ വർണ്ണച്ച് ഇടയ്ക്ക് കിടന്ന് കാറിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ വെച്ച് ഇൻവെൻറ്ററിയൊക്കെ വെച്ച് സെറ്റാക്കിയാണ്. ഈ പൊട്ടന്നൊന്നും എല്ലാ സാധനം എടുത്ത് ദൂരെ കളയട്ടെ. അവന് തല്ലാൻ ചെന്നപ്പോൾ എല്ലാം കൂടെ എൻ്റെ മേത്താട്ട് കയറിയിട്ടുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൃത്യം ഒരു കുഴിയിൽ വീണിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറി. എൻ്റെ ഫാൻ്റെ അവിടെ കിടന്ന് ഡയമണ്ട് കിട്ടിയെന്ന് പറയാനുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് അവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്ത് മേറിലാട്ട് കയറിയിട്ട് നോക്കി. അവിടെ തട്ടിയപ്പോൾ ഫാൻ്റെ പറഞ്ഞിടാ അമ്പുവിൻ്റെ മേറിലുണ്ട് തേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുഴിച്ചെടുത്ത് നോക്കിയപ്പോൾ ഒരു ഡയമണ്ട് ഉള്ളത്. ഞാൻ ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. പക്ഷെ അന്നാണ് ഞാൻ വിട്ടുകൊടുക്കാണ്ട് ചുറ്റിനും കുഴിച്ച് നോക്കി, ശരിക്കും കുഴിച്ച് നോക്കി ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ അടുത്ത ഡയമണ്ട് അവിടെ നിന്ന് കിട്ടി. നമ്മളെപ്പോഴും ഡയമണ്ട് കിട്ടുമ്പോൾ അവിടെ നിന്ന് സൈഡിനായിട്ടൊക്കെ കുഴിച്ച് നോക്കാം, ഇത്ര കിട്ടുമെന്ന് പറയാൻ പറ്റിയില്ല. അതിൻ്റെ പുറകെ മേളിൽ ഒരു ഡയമണ്ട് കൂടെ അവിടെ കുഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റിയത് ഗൈസ്, അവസ്ഥയായി പോയേനെ. ആ 2 ഡയമണ്ട് നമ്മൾ വേസ്റ്റ് ആക്കിയത്. എപ്പോഴും നമ്മളൊരു ഡയമണ്ട് തപ്പാതെ എടുത്ത് കുഴിച്ച് നോക്കാം. അതുകൊണ്ട് ഞാൻ ആ ഒരു 1000 കുഴിച്ച് നോക്കിയിട്ട് പോലും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ പോയി പിന്നെ അതിനൊക്കെ കൃത്യം ഞാൻ ടോർച്ചൊരു ഡയമണ്ട് ഓറിൻ്റെ മേത്ത് തന്നെ കുത്തി കഴിയും. അന്ന് നോക്കി കൃത്യം ടോർച്ച് ഡയമണ്ടിൻ്റെ കളി. എൻ്റെ മോനെ, ഞാൻ അവിടെ കുത്തിയില്ലേ കാണിയായിരുന്നു. പക്ഷെ അവിടെ 2 ഡയമണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ട് 2 ഡയമണ്ട് ഓർ കിട്ടി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ബേസിൽ പോയി കുറച്ച് ഫുഡൊക്കെ സെറ്റാക്കി, എല്ലാം സെറ്റാക്കി. ഒരു ഡയമണ്ടിൻ്റെ പിക്കാക്സും ഒരു ചെസ്റ്റ് പ്ലേറ്റും നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കിയില്ലെന്ന് ഉണ്ടാക്കിയെന്ന് അതിന് വരെ ഞാൻ സോഡ ഉണ്ടാക്കി. കാരണം ആദിസ് ഓൾറെഡി പിക്കാക്സ് ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ അയണെല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോരോ എന്താ പറയുക, ഓരോ ഫെർണസിലെയും ബാലൻസ് ചെയ്ത് വെച്ച്
അപ്പോൾ പെട്ടെന്ന് സ്മെൽറ്റ് ചെയ്ത് ചെയ്യും. അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി അവിടെ നമ്മൾ അയണെല്ലാം വെച്ച് ഓറെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ അവിടെ അങ്ങോട്ട് ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ അടിയിലുള്ള കുഴി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഫാൻ്റെ ഇവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അത് നോക്കി കയറുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ബ്രിഡ്ജിങ്ങൊക്കെ സെറ്റാക്കാൻ വേണ്ടി നിൽക്കാനുണ്ട്. സോ അവിടെ നല്ല സ്ഥലമുണ്ട്. അവിടെ വ്യൂ ഒക്കെ രക്ഷയില്ല. നോക്കി അവിടുത്തെ വ്യൂ നോക്കി ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കാണാൻ അങ്ങോട്ട്. അപ്പോൾ നമ്മളവിടെ ബ്രിഡ്ജ് പകുതി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്ത് പോയിട്ട് വേണം അവിടെ വാട്ടർ ബക്കറ്റ് വെച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കാൻ. സോ നമ്മളിപ്പോൾ ബ്രിഡ്ജ് ചെയ്ത് പോകുന്നത് ബെഡ് റോക്ക് ആയതുകൊണ്ട് പോക്കറ്റ് എഡിഷൻ ബെഡ് റോക്ക് ഏകദേശം ഒന്നല്ല. അപ്പോൾ ആ ബെഡ് റോക്ക് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് പോയിട്ട് അവിടെ വെള്ളം ഒഴിച്ച് താഴ്ത്തിറങ്ങാം. ഞാൻ നേരത്തെ എനിക്ക് അറിയാൻ മേലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഓർത്ത് വെച്ചത് നമ്മുടെ ബെഡ് റോക്ക് എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫറൻ്റാണ് നമ്മുടെ ഇതുമായിട്ട്. അപ്പം ഞാനിങ്ങനെ സൈഡിൽ എന്നെ വാള ചെയ്ത് പോകുമായിരുന്നു. ഒരിടയ്ക്ക് ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായ പോക്കറ്റ് എഡിഷനും പറ്റുമെന്ന്. സോ നമ്മൾ അവിടെ നിന്ന് സെറ്റാക്കി അവന്മാർക്കുള്ള വഴിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവർ കയറി തന്നെയുണ്ട് ഇങ്ങോട്ട് വരെ. സോ നമ്മളിവിടെ എല്ലാം സെറ്റാക്കി ഫാൻറ്റിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണം. അതിന് മുമ്പ് ഓക്കെ അതാണ്. അപ്പോൾ നമ്മൾ ടൈമിട്ട് ഇപ്പോഴും എന്താ കിട്ടാൻ നേരത്ത് സൈഡിലൊക്കെ കുഴിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. സോ ഇവിടെ ഞാനിത് കാണിച്ചതിൻ്റെ കാര്യം ഫാൻറ്റും ഞാനും കൂടെ ഇവിടെ കൂടെ നടന്നപ്പോൾ ഒരു ക്രീപ്പർ വന്ന് ഞങ്ങളുടെ വട്ടം വന്ന് ചാടി ഗൈസ്. പൊട്ടിയൊന്നുമല്ല, വട്ടം കൂടി ഇങ്ങനെ ഈ ആ ഒരു സ്പേസ് കണ്ടില്ല എന്നവിടെ. അവിടെ ഒരു ആ എന്നാ ബ്രിഡ്ജിൻ്റെ ആ വട്ടം വന്നിട്ട് ആ ക്രീപ്പർ വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ചാടി വീണപ്പോഴത്തേക്ക് ഫാൻ്റെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ക്രീപ്പറിൻ്റെ സ്കിന്നും എങ്ങനെ ഇരിക്കണം. അങ്ങനെ ഒരവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടെ ഞാനുണ്ടാക്കിയ അതിമാസ്മരികമായിട്ടുള്ള ബ്രിഡ്ജിൽ കൂടെ ഞങ്ങൾ നടന്ന് ഇപ്പുറത്ത് ചാടി എത്തി. ഇപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ലാപ്പിസൊക്കെ കണ്ട്. അപ്പോൾ ഫാൻറ്റം പറഞ്ഞ് ഈ ലാപ്പിസൊക്കെ എടുത്തു എൻചാൻറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ അതൊക്കെ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കിടിലം നല്ല വ്യൂ. എൻ്റെ പൊന്നോ രക്ഷയില്. ഈ കേവ് കാണാൻ നല്ല രസം. പക്ഷേ ഇവിടെ നിറച്ചധികം ഇതില്ലായിരുന്നു, അകത്താട്ട് ഞാൻ അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് അധികം യൂസായില്ല. ഞങ്ങൾ പിന്നെ ഇച്ചിരി ഒരു ബ്ലോക്ക് ലാപ്പസൊക്കെ എടുത്ത് അടിയിലാട്ടിറങ്ങാൻ നോക്കി. അടിയിലായിട്ട് നോക്കിയപ്പോൾ നല്ല സീനാണ്. അപ്പോൾ അടിയിലായിട്ട് ഞാൻ ഒഴിച്ച വെള്ളം ഇങ്ങനെ അടിയിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ബക്കറ്റ് വെള്ളം കൂടി എടുക്കാമെന്ന് പറഞ്ഞ് ഇതേ കയറി ബെഡും ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇവിടെ ഇട്ട് റീസ്പോൺ പോയിന്റ് സെറ്റാക്കി. കാരണം ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റാക്കാന്ന് ഓർത്ത് ഞാൻ ഈ കിടന്നപ്പോൾ ഫാനെ കിടക്കാൻ വേണ്ടി വന്നത് ഫാനത്തിൽ ചവിട്ടിയാൽ പുറത്തിട്ടത് വീടിൻ്റെ തീർന്നേനെ. അത് വേറെ കാര്യം, വീടിന് എന്തായാലും ഇവിടെ വെച്ചാൽ ഫാൻ്റെ തീർന്നേനെ. അത്രയ്ക്ക് വലിയ ഹൈറ്റാണ് കൈസ് അവിടെ. സോ നമ്മളിവിടെ ഇച്ചിരി കൂടെ ലാപ്പിസ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ലാപ്പിസ് ബ്ലോക്ക് നമ്മൾ മൈൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ജീവിതകാലം മൊത്തവും എൻജോയ് ചെയ്യാനുള്ള അത്ര ലാപ്പിസ് കിട്ടും. അത് ലാപ്പിസ് എൻജോയ് ചെയ്യാൻ അധികം ഒന്നും വേണ്ട. എന്തായാലും ലാപ്പിസ് കേവിൽ നിന്നൊക്കെ നിറച്ച് കിട്ടും. നമ്മളെന്തിനാണ് വേസ്റ്റ് ചെയ്യണം വേണ്ടി അത്രയും. അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി ലൈഫൊക്കെ എന്നാ ഫുഡൊക്കെ അടിച്ച് കയറ്റിട്ടുണ്ട്. ഹങ്കറൊക്കെ കുറഞ്ഞായിരുന്നു. സോ നമ്മളത്രയാണ്. പിന്നെ അടിയിലായിട്ട് ഇറങ്ങാനുണ്ട്. എൻ്റെ മാസ്മരികമായ വാട്ടർ ബക്കറ്റ് ക്ലച്ചൊക്കെ നോക്കി. പക്ഷേ അതിനും കുഴപ്പമില്ല, സേഫായിട്ട് നമ്മളിവിടെ ഇറങ്ങി. നമ്മളിടന്ന് പിന്നെ മേളോട്ട് കയറി അങ്ങനെയൊക്കെ പോയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ കൂടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ വീഡിയോ നമ്മളെ ഹൗസ് ബിൽഡിങ് ആയിരിക്കും. പക്ഷേ അത് മിക്കവാറും ലേറ്റാകാൻ ചാൻസ് ഉണ്ട്. ഇത് അന്നെടുത്ത വീഡിയോ തന്നെ. ഞാൻ ആ ഫസ്റ്റ് വീഡിയോ എടുത്തതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ തന്നെ ഇത്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇത്രയും ലേറ്റ് ആക്കിയിരുന്നത്. നിങ്ങൾ ആ വീഡിയോയുടെ അപ്ലോഡ് ഡേറ്റ് ഒക്കെ നോക്കിയാൽ അറിയാം എന്തോരം ലേറ്റാണ് ആ വീഡിയോ എന്നൊക്കെ. അപ്പോൾ അത് ഇച്ചിരി പണിയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ എന്ന് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്കധികം സമയം കാണിയല്ലോ. ഒരാഴ്ച ആണുള്ളൂ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷം. അപ്പോൾ കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമ്മളിവിടെ ഒരു ഗോൾഡ് ഡോർ ഇതിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു റെയറാണ്. എനിക്കെല്ലാം ഇങ്ങനെ കാണാനൊക്കെ റെയറാണ്. ഡയമണ്ടൊക്കെ ഇത് സ്റ്റോറി കണ്ടിട്ടുണ്ട് ഗൈസ്. അത് ഭയങ്കര റെയറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ്. ഞാനിപ്പോൾ 2 പ്രാവശ്യം അങ്ങനെ ഡയമണ്ട് കണ്ടിട്ടുണ്ട്, 2 വേറെ സെർവറിൽ. അപ്പോൾ അങ്ങനെയും പോയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് മാസ്മരികമായിട്ടൊന്നെടുത്ത് ചാടി വെള്ളത്തിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മേലായിട്ട് നോക്കി നല്ല വ്യൂ ഉണ്ട് ഗൈസ്. നോക്കി ആ ഒരു ഈവനിങ് സമയത്ത് എല്ലാവരും വ്യൂ ആണത്. എൻ്റെ പൊന്നാ സൂര്യനടിക്കണം, നല്ല രസമുണ്ട്. എനിക്ക് ആ വ്യൂ ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. സോ നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ചിരിച്ചിരിക്കുക. തന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ ഡയമണ്ട് കണ്ടു. ഓടി വന്ന് ഡയമണ്ട് എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഡയമണ്ട് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു കുറച്ച്. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെയും ചുറ്റിനും കുഴിച്ച് നോക്കി. അധികം കുഴിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ലായിരുന്നു. ഒരു ഡയമണ്ട് പോലും പിന്നീട് കിട്ടിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആദ്യം വേറിലായിട്ട് പോകുന്നു. അതവൻ താഴത്ത് വീണ അടിപൊളിയായിരിക്കും എന്നും പറഞ്ഞ് വോയിസ് എടുത്താണത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ വില്ലേജ് ഒപ്പിപ്പോയൊരു വില്ലേജ് സെറ്റാക്കാം. നമ്മൾ അടുത്തൊന്നും വേണ്ട. ഞങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരുന്നു ഗൈസ്. ഒരു മനസ്സിൽ ഇത്ര ഒരു കോർഡിനേറ്റ്സ് എന്നിട്ട് നമുക്ക് വീടുണ്ടാക്കാമെന്ന് പറഞ്ഞ് മനസ്സിൽ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഫസ്റ്റ് വില്ലേജ് കണ്ടതാണ്. പ്ലെയിൻസ് ഇല്ലാത്തൊരു വില്ലേജ് കണ്ടത്. പക്ഷേ ഇത്
നമുക്ക് കുറേ പോകണം ഗൈസ്. കുറേ ആയിരം ബ്ലോക്ക് അതിന് ഞങ്ങൾക്ക് പോയിൻ്റ് വന്ന്. അതിന് ശേഷം പിന്നെ ഞങ്ങളിവിടെ ബോട്ടിലൊക്കെ ചില്ലടിച്ച് ഫാൻറ്റത്തിൻ്റെ പുറകിലേക്ക് ഇരുന്ന് ചില്ലടിച്ച് പോയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഓക്കെ ഫുള്ള് അയൺ ആർമറൊക്കെ കാണാം ഫാൻറ്റത്തിൻ്റെ മേത്ത്. ഓക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കോരിയിടുന്നതുകൊണ്ടൊക്കെ കാണും, അതൊന്നും ശ്രദ്ധിക്കണ്ട. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു വില്ലേജ്, വേറൊരു വില്ലേജ് പ്ലെയിൻസിൽ വില്ലേജിൽ തന്നെ എത്തിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആ ഒരു എയിമിൻ്റെ സ്ഥലം നമ്മളായിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇച്ചിരിയും കൂടെ പോകണം. സോ നമ്മൾ രാത്രിയിലൊക്കെ നല്ല ചില്ലിച്ച് പോകുമ്പോൾ അടിയിൽ മറ്റേ സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഇവിടെയൊക്കെ സീ പിക്കിൾസൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം. ഓക്കെ അപ്പോൾ നമ്മളിവിടെ നിന്ന് ബോട്ടൊക്കെ ഓടിച്ച് ചില്ലടിച്ച് ഒരു വൈബിലൊക്കെ പോയാണ്. അതിനുശേഷം പോയി ഇങ്ങനെ നമ്മൾ വേറെ ഒരു ഡെസേർട്ടിൽ ചെന്നപ്പോൾ ഡെസേർട്ട് ടെമ്പിൾ കണ്ട് നമ്മൾ ഇവിടെ വെച്ചൊരു സീനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഡെസേർട്ട് ടെമ്പിളിൽ ചെന്നിട്ട് ഡെസേർട്ട് ടെമ്പിളിൽ പോയിട്ട് ആ ഒരു സാധനം പൊട്ടിച്ച് ചാടി ഇറങ്ങി നമ്മളവിടെ നിന്നെല്ലാം സെറ്റാക്കി. ഓക്കെ പൊട്ടിക്കാൻ ഞാനത് പിക്കാക്സ് എടുക്കാൻ എനിക്ക് മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആക്സ് വെച്ച് പൊട്ടിച്ച്. രണ്ട് ഞാൻ ഒറ്റ ചാട്ടം വെച്ച് ചാടി നടുക്കാത്ത പ്ലേറ്റ് ഞാൻ പൊട്ടിച്ചു. അഥവാ കാര്യം ഫാൻ്റെ വന്ന് ചാടിയ ഞാനും ചാവും അവനും ചാവും. ഇതുള്ള 1000 ബ്ലോക്ക് മൊത്തം ഞങ്ങൾ തന്നെ നടക്കണം. ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്തുനിന്ന് അധികം ഒന്നും സാധനം കിട്ടിയില്ല, കുറച്ച് അയണും കുറച്ച് സാധനമൊക്കെയാണ് കിട്ടിയത്. പിന്നെ അധികമൊന്നുമില്ല, പക്ഷേ ഇതിനകത്തുനിന്ന് വേറെ 2 സാധനം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഗോൾഡൻ ആപ്പിൾ എടുത്ത് വെച്ചിട്ട് എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ എടുത്ത് മാറ്റി. നമ്മൾ ബുദ്ധി ഇച്ചിരി കൂടുതലാണെന്നറിയാനേ കുറച്ച് ഗോൾഡൻ ആപ്പിൾ ഇവിടെ നിന്ന് കിട്ടി. പിന്നെ കുറേ ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നല്ല യൂസ് വരും വേണേ നമുക്ക് TNT ഒക്കെ ഉണ്ടാക്കി നൈസാക്കാൻ. ഓക്കെ നമുക്കപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ 3 ഡാൻ ബ്രേക്കിൻ്റെ ഫോർച്യൂണിൻ്റെയൊക്കെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ്റെ ഏതോ ആണെന്ന് തോന്നുന്നു. ഓക്കെ അതിനുശേഷം സാഡിൽ നമ്മളധികം വില കൊടുത്തില്ല. പിന്നെ ഇവിടെ നിന്ന് 2 മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട്, ആർമർ ട്രിപ്പ്. ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർമർ ട്രിപ്പ്, പക്ഷേ ഞാൻ കണ്ടത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയാൻ പറ്റുന്നത് 2 ആർമർ ട്രിപ്പും കൂടെ ഒരുമിച്ച് വെക്കാമെന്ന്. ഞാൻ ജസ്റ്റ് 2 സ്ലോട്ടിലെടുത്ത് വെച്ച് 2 സാധനങ്ങളെടുത്ത് മാറിയിട്ട് ഓക്കെ കണ്ട അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയായിരുന്നു. അവിടെ വെച്ച് ഫാൻറ്റത്തിന് വെള്ളം വെച്ച് ഞാൻ കയറ്റാൻ നോക്കിയപ്പോൾ ഫാൻറ്റും ചത്തു പോയിട്ടുണ്ട് ഗൈസ്. അത് കോമഡി ആയിരുന്നു. എനിക്കറിയാം. എന്നിട്ട് നമ്മളിപ്പോൾ ഡെസേർട്ടിൽ വേറൊരു ഡെസേർട്ടിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഇച്ചിരി വന്നപ്പോൾ തന്നെ നമുക്കൊരു വില്ലേജും കൂടെ കിട്ടി. എന്നിട്ട് അവിടെ ഞങ്ങൾ നൈസായിട്ട് കറങ്ങിയിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ആദിസ് വിളിച്ചിട്ടുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എങ്ങോട്ട് ഓടിച്ചെന്ന് എന്താണെന്നറിയാം, ഡെസേർട്ട് ടെമ്പിളിൽ ചെല്ലാൻ പറഞ്ഞു. അവൻ കോർഡിനേറ്റ്സ് പറഞ്ഞ് വിളിച്ചായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുവാണ്. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് അവിടെ ഇത്ര വലിയ കാര്യമെന്ന്. സോ നമ്മൾ അങ്ങോട്ട് ഓടുകയായിരുന്നു. സോ ഇവിടെ ആമയൊക്കെ ഇപ്പോണ്ട്. മഴ തുടങ്ങി ഐസ് അതിൻ്റെ ഇടയിൽ എന്തിനായി ശരിയാണല്ലേ, അവൻ വിളിക്കാൻ തുടങ്ങി. ഇതാണ് അവസ്ഥ. സോ എന്നിട്ട് നമ്മൾ ഡെസേർട്ട് ടെമ്പിളിൽ ഓടി ചെന്നിട്ടുണ്ട് അവിടെ. ഓക്കെ ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് ഫോൺ, അത് ശ്രദ്ധിക്കണ്ട. ഓക്കെ അപ്പോൾ നമ്മൾ ഡെസേർട്ട് ടെമ്പിളിൽ ഓടി ചെന്നിട്ടുണ്ട്. നൈസ് ടെമ്പിളാണ്. നമ്മളിതേ ഇവിടെ അവൻ എനിക്ക് വേണ്ടി കൃത്യമെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. അവൻ പൊട്ടിച്ചിറങ്ങിയതാണ്, പക്ഷെ എനിക്ക് കാണാൻ ആ ഒരു ഫീലിന് വേണ്ടി അണ്ണൻ അതെങ്ങനെ തിരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാട്ടർ ബക്കറ്റ് ക്ലച്ച് നോക്കി, പക്ഷേ എൻ്റെ ഫോൺ ഇച്ചിരി സ്ലോ ആയതുകൊണ്ട് മാത്രമാണ് എനിക്കവിടെ മിസ്സായത്. ഓക്കെ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ എന്നാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണും, നമ്മൾക്ക് ഇച്ചിരി ലക്ക് കൂടിപ്പോയതാണ് കുറഞ്ഞു പോയതാണ് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. കുറഞ്ഞു പോയതല്ല എന്തായാലും. പിന്നെ 2 ആർമർ ട്രിമ്മും കൂടെ നമുക്ക് കിട്ടി. ഓക്കെ അപ്പോൾ ഇവൻ വിളിച്ചു വരുത്തി നോക്ക് ഗൈസ്, 2 എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളും കൂടെ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, നമുക്ക് 2 എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളും കൂടെ കിട്ടിയിട്ടുണ്ട് ടെമ്പിളിൽ നിന്ന്. ഹ്യൂജ് നമുക്ക് എല്ലാവർക്കും ഓരോ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് 2ഉം ആദിസ് പിടിച്ചിട്ടുണ്ട് ഗോൾഡൻ ആപ്പിൾ. അതിനുശേഷം നമ്മളിവിടെ ഒരു ഇതിനൊക്കെ ടൈം ചെയ്തെടുത്തിട്ടുണ്ട് എന്താണ് കൊട്ടായത്തിന്. അതിനുകൊണ്ടായി വെള്ളത്തിൽ ഞാൻ കേറി, ഞാന് നീന്തോന്ന് പറഞ്ഞിരുന്നത്. ഇതെന്നാണ് ഇവിടെ നീ എന്നാ ഉദ്ദേശിക്കണത്? നീ ശിവയുടെ കണ്ടപ്പോ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടാ ഒന്നുമില്ലെങ്കിലേ ഒരു കേവില് ചെയ്ത പോലെ ചെയ്താ മതി. ഇച്ചിരി വലിയ വീടായി പോയില്ലടാ.
അത്ര വലിപ്പമൊന്നുമില്ല. അല്ല ഇത്രയും വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബംഗ്ലാവ് പണിയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് വീടിന്. ഇതിന് 10 ബാത്റൂമും 25 ഡോറും ഒക്കെ ആയി പോയില്ലേ, പക്ഷേ റൂമൊക്കെ ആയി പോയില്ലേ. ഈ വാഴയുടെ കാര്യം എടാ ഞാൻ ഓടി എത്തുമ്പോ അപ്പൊ ഉടനെ ലൂട്ട് ചെയ്താ. ഇത് ഞാൻ ലൂട്ട് ചെയ്താ. ഇതിനൊരു 2 ഒബ്സിഡിയൻ ഉണ്ടെങ്കിൽ സെറ്റ്. പോരാ 2 പോരാ. ഇവിടെ ഒരു ഒബ്സിഡിയൻ. ഇവിടെ ഒരു ആനൊക്കെ. ഇത് വേൾഡ് വാർ 2 ആ, പക്ഷെ വേൾഡ് വാർ 3, 4 വീഡിയോ അതെ ഇവിടെ ഫുള്ള് അമ്പായിട്ടുണ്ട്. തന്നെ ഞങ്ങൾ അടിക്കാൻ നോക്കണം. എടാ ഇതാ ഒട്ടകത്തിന്റെ സ്പീഡാണല്ലോടാ. മോനെ ഒട്ടകമൊന്നും ഒന്നുമല്ല, ഒട്ടകം എന്ത് സ്ലോയാണ്, ഇത് ഭയങ്കര സ്പീഡ്. സോ ഗൈസ് എൻ്റെ ഓഡിയോ ബാക്കായിട്ടുണ്ട്, കാരണം അവിടെ വരെ എൻ്റെ വോയിസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി നല്ല വോയിസ് ആയിരുന്നു. അതിനുശേഷം ഇതൊക്കെ ഷോ ആയിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു ടെമ്പിൾ കിട്ടി. നമ്മൾ മിക്ക ടെമ്പിളിൽ നിന്ന് നമ്മൾ TNT എടുക്കുന്നുണ്ട്. ഓക്കെ, TNT കിട്ടാനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതിനിട്ട് TNT ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കാണണം അപ്പം തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കിട്ടണ തന്നെ എടുത്ത് വെക്കാറുണ്ട്. പറ്റണ വേണ്ട സാധനങ്ങളുടെ ഒരു ഗോൾഡൻ ഹോർസ് ആർമർ കിട്ടി, അത് ഇച്ചിരി നല്ല കാര്യം. നമ്മൾ ഡയറക്റ്റൊക്കെ എടുത്ത് മാറ്റിയ സെറ്റാക്കി ഇടുന്നുണ്ട്. ഇത് നമ്മളിവിടെ നിന്ന് വേറെ അടുത്ത വില്ലേജ്, കുറേ വില്ലേജ് കണ്ടുപിടിച്ച് ഞങ്ങളവിടെ എത്തിയിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്നത്. അതിനുശേഷം ഞങ്ങളിങ്ങനെ നടക്കി നമ്മുടെ ആ ഒരു കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റിയതായിരിക്കും, പക്ഷേ നമ്മളത് ആ കോർഡിനേറ്റ്സ് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നമ്മൾ. സോ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് കഴിയുമ്പോൾ പക്ഷേ പ്രശ്നമാണ്, കാരണം കാണിക്കാൻ പറ്റിയ കാരണം ഞാൻ ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ശേഷം തന്നെ ഡിലീറ്റ് ആക്കും. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ശരിക്കും കുറവാണ്. ഒരു 2 ദിവസത്തേക്കുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവും കണ്ടിന്യൂസ് ആയിട്ട്. സോ അതാണ് പ്രശ്നം. അതിന് ശേഷം ഇവിടെ ഫാൻഡം വന്നിട്ടുണ്ട് ഐസിമാർ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് അതിന് ശേഷം വന്ന് ഒരു പ്രാവശ്യം ചത്തു, ഒരു ഗോൾഡൻ ആപ്പിളൊക്കെ ഡീസ്പോൺ ആയി പോയിട്ടുണ്ട്. ഇവിടെ ഒരു കേവ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും ഞങ്ങൾ ഈ കേവിൽ പോകണം തന്നെയായിരിക്കും ഞങ്ങളുടെ പ്ലാൻ. സോ നമുക്ക് നോക്കാം നമ്മളടുത്ത് എന്താ ചെയ്യണമെന്ന് തോന്നുന്നത്. ചിലപ്പോൾ നെതർ പോർട്ടലിന് വേണ്ടിയുള്ള സംഭവം സെറ്റാക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് വില്ലേജിലോട്ട് വില്ലേജ് ഓടി വന്ന് ആദ്യം ഫാൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. അവസാനം ഗൈസ് ഞങ്ങൾക്ക് വേണ്ടൊരെണ്ണത്തി നമ്മളൊരു പ്ലെയിൻസിൻ്റെ വില്ലേജ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ് എപ്പോഴും പ്ലെയിൻസിൻ്റെ വില്ലേജാണ് നൈസ് ഉണ്ട്. മാക്സിമം പ്ലെയിൻസിൻ്റെ കിട്ടുന്ന അനുസരിച്ച് പ്ലെയിൻസ് എടുക്കും നമ്മൾ. സോ അത്രയുള്ള കാര്യം വേറെ ഒന്നുമില്ല. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ എനിക്ക് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം, കാരണം ഇവിടെ വെച്ച് എൻ്റെ സ്റ്റോറേജ് കുറേ തീർന്നായിരുന്നു. എനിക്ക് നൈറ്റൊക്കെ കളിക്കാൻ എനിക്ക് സ്റ്റോറേജ് എക്സ്ട്രാ നല്ല ലാഗ് അടിക്കും. സോ നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ നിർത്തിയാണ്. നമ്മളിവിടെ വെച്ച് ഔട്ടർ പറഞ്ഞ് നിർത്താൻ പോയാണ്. സോ ഇതൊരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അധികം പാടാണ്. അറ്റ്ലീസ്റ്റ് ലൈക്കിങ്ങും ചെയ്ത് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ മാക്സിമം നോക്കാം. ഇനി അടുത്ത വീഡിയോസിലൊക്കെ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ നൈസാക്കി എല്ലാം സെറ്റാക്കാൻ പറ്റുമെന്ന്. നമ്മളിവിടെ ഒരു വില്ലേജ് വന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഈ വില്ലേജറിനൊക്കെ നമുക്ക് സേഫാക്കി എല്ലാവർക്കും സെറ്റാക്കണം. ഇനി ഇച്ചിരി പണിയുണ്ട് ഇവിടെ. ഒന്നെങ്കിൽ നമ്മൾ ട്രേഡിങ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത കേവി കയറി എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി നെതറിപ്പോൾ സെറ്റാക്കി. ഇത് ആദ്യം ഇവിടെ കൂടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഐറ്റംസ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ട് അവിടെ ചത്തപ്പോൾ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.